നല്ല നീളത്തിലും ഉള്ളിലും മുടി വളരണമെന്ന് ആഗ്രഹിക്കാത്തവരാണല്ലോ ഉള്ളത്. അങ്ങനെയുള്ളവർ നിർബന്ധമായിട്ട് ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണുക. മുടി കൊഴിച്ചിൽ മാറാനും താരൻ മാറാനും അതുപോലെ പുതിയ മുടി കിളുക്കാനും മുടി നന്നായിട്ട് വളരാനും സഹായിക്കുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ ഇത് 3 ടിപ്പുകളാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്യുന്നത്. ഇതെന്തായാലും നിങ്ങൾ കണ്ടു നോക്കും. ഞാൻ ഹണി. എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ഇനിയിപ്പോൾ ആദ്യം നമ്മൾ തയ്യാറാക്കുന്ന ഒരു ഹെയർ ടോണറാണ്. ഇത് മുടി കൊഴിച്ചിൽ മാറാനും പൊഴിഞ്ഞുപോയ മുടിയുടെ സ്ഥാനത്ത് പുതിയ മുടി കിളുക്കാനും താരൻ മാറാനും ഒക്കെ സഹായിക്കും. അതുപോലെ മുടി നല്ല സോഫ്റ്റ് ആൻഡ് സിൽക്കി ആയിട്ട് കിടക്കാനൊക്കെ വളരെയധികം ഹെൽപ്പ് ചെയ്യും. ഇതുണ്ടാക്കാനായിട്ട് നമുക്ക് ആദ്യം വേണ്ടത് തലേ ദിവസത്തെ കഞ്ഞിവെള്ളമാണ്. കഞ്ഞിവെള്ളം എടുത്തിട്ട് നമ്മളിപ്പോൾ മാറ്റി വെക്കുക. അത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം രാവിലെ ആണിത് തയ്യാറാക്കി എടുക്കേണ്ടത്. അതിന് വേണ്ടിയിട്ട് ഞാൻ ചെറിയൊരു ഗ്ലാസ് കഞ്ഞിവെള്ളം എടുത്തിട്ടുണ്ട്. 1 പിടി കറിവേപ്പിലയാണ്. കറിവേപ്പില മുടിക്ക് നല്ല കറുപ്പ് കിട്ടാനും മുടി നല്ല കരുത്തോടെ വളരാനും മുടി കൊഴിച്ചിൽ മാറാനും പുതിയ മുടി കിളുക്കാനും ഒക്കെ വളരെയധികം ഹെൽപ്പ് ചെയ്യും. ഇനിയിപ്പോൾ നന്നായിട്ട് കഴുകി എടുത്തിട്ട് നമുക്കൊരു മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇതിലോട്ട് വെള്ളം ചേർത്ത് കൊടുക്കാൻ പാടില്ല. ഇത് അരയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കഞ്ഞിവെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനിയിപ്പം നന്നായിട്ട് അരച്ചെടുത്തതിന് ശേഷം നമുക്കിതൊരു അരിപ്പ വെച്ചോ അല്ലെങ്കിൽ ഒരു കോട്ടൺ തുണി ഉപയോഗിച്ചോ നന്നായിട്ട് അരിച്ചെടുക്കണം കേട്ടോ. അരിച്ചെടുത്തില്ലെങ്കിൽ നമ്മുടെ കറിവേപ്പിലയൊക്കെ ചെറിയ കഷ്ണങ്ങളായിട്ട് കിടക്കും. അത് മുടിയിൽ പറ്റി പിടിച്ചിരുന്നിട്ട് ചെട കൂടാൻ കാരണമാവും. അതുകൊണ്ട് നമ്മൾ നന്നായിട്ട് അരിച്ചെടുത്തതിന് ശേഷം നമ്മുടെ തലയോട്ടിയിലാണ് ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടത്. ഇത് അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾ നന്നായിട്ട് ഉപയോഗിക്കുന്ന ഹെയർ ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കണം. എന്നിട്ട് കുറേശ്ശെയായിട്ട് നമ്മളിത് നമ്മുടെ തലയോട്ടിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം നന്നായിട്ട് മസാജ് ചെയ്യുക. ഒരു 20 മിനിറ്റ് കഴിഞ്ഞിട്ട് നോർമൽ വാട്ടറിൽ വാഷ് ചെയ്ത് കളയാവുന്നതാണ്. ഇനി സെക്കൻഡ് ടിപ്പാണ് കാണിക്കുന്നത്. ഇതൊരു ഹെയർ മാസ്ക് അല്ലെങ്കിൽ ഹെയർ പാക്കാണ്. ഇപ്പം നിങ്ങൾക്കിത് താളിയായിട്ട് ഉപയോഗിക്കണമെങ്കിൽ അങ്ങനെ ഉപയോഗിക്കാം. നല്ല റിസൾട്ട് കിട്ടുന്ന ഒന്നാണ്. മുടി കൊഴിച്ചിൽ പൂർണ്ണമായിട്ട് മാറാനും പുതിയ മുടി കിളുക്കാനും താരൻ മാറാനും ഒക്കെ ഇത് വളരെയധികം സഹായിക്കും. താരനുള്ളവരെ ഇത് ആഴ്ചയിൽ ഒരിക്കൽ ഉപയോഗിക്കുക. വലിയധികം മുടിക്ക് പ്രശ്നമില്ലെങ്കിൽ ഇത് 2 ആഴ്ച കൂടുമ്പോൾ ഉപയോഗിച്ചാൽ മതി. ഇത് ഉണ്ടാക്കാനായിട്ട് നമുക്ക് വേണ്ടത് കുറച്ച് മൈലാഞ്ചി ഇല, അതുപോലെ തന്നെ അടുത്തായിട്ട് വേണ്ടത് ചെമ്പരത്തിയിലയാണ്. 2 തണ്ട് കറിവേപ്പില വേണം കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് കുറച്ച് ചെമ്പരത്തിപ്പൂവ് വേണം. ചെമ്പരത്തിപ്പൂവ് നമ്മുടെ മുടിക്ക് നല്ല കറുപ്പ് കിട്ടാനും മുടി കൊഴിച്ചിൽ മാറാനും ഒക്കെ ഇത് വളരെയധികം ഹെൽപ്പ് ചെയ്യും. അകാലനര ഉള്ളവരൊക്കെ ആണെങ്കിൽ ഇത് നിങ്ങളൊരു 6 മാസം അടുപ്പിച്ച് ആഴ്ചയിൽ ഒരു തവണ വീതം ഉപയോഗിച്ചാൽ മതി. അകാലനര പൂർണ്ണമായിട്ട് മാറും. ഇനിയിപ്പോൾ തലേ ദിവസം നമ്മൾ ഉലുവ കുതിപ്പിച്ച് വെച്ചേക്കുന്നതാണ് കേട്ടോ. ഉലുവ കുതിപ്പിക്കാൻ വെക്കുമ്പോഴത്തേനും നന്നായിട്ട് കഴുകിയെടുത്തതിന് ശേഷം ഒരു ഓവർ നൈറ്റ് വെക്കണം. പിറ്റേ ദിവസം ആകുമ്പോഴത്തേനും നന്നായിട്ട് ഇതുപോലെ കുതിർന്ന് കിട്ടിയിട്ടുണ്ടാവും. ഇനിയിപ്പം നമുക്കിതെല്ലാം കൂടി ഒരു മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇത് അരച്ചെടുക്കണം. നമുക്ക് ചെമ്പരത്തിപ്പൂവൊക്കെ ആണെങ്കിൽ വേലി ചെമ്പരത്തിയുടെ പൂവുണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത്. അതില്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള ചെമ്പരത്തിപ്പൂവ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതൊന്നും ഇല്ല എങ്കിൽ നിങ്ങൾക്ക് ഇതിനിപ്പോൾ ചെമ്പരത്തിയിലയും ചെമ്പരത്തിപ്പൂവൊന്നും ഇല്ലെങ്കിൽ ഇതിന് പകരം നിങ്ങൾക്ക് താളിപ്പൊടി ഇട്ട് കൊടുത്താൽ മതിയാവും കേട്ടോ. നല്ല കമ്പനിയുടെ നോക്കിയിട്ട് താളിപ്പൊടി മേടിക്കാൻ ശ്രദ്ധിക്കുക. ഇനിയിപ്പോൾ ഇതെല്ലാം കൂടി നന്നായിട്ട് അരച്ചെടുക്കുക. മൈലാഞ്ചിയില ഇടുന്നത് നമ്മുടെ മുടിക്ക് നല്ല കറുപ്പ് കിട്ടാനും അകാലനര മാറാനും ഒക്കെയാണ്. മൈലാഞ്ചിയില ചേർക്കുമ്പോൾ നിങ്ങൾക്കൊരു സംശയം ഉണ്ടാവും, മുടിക്ക് ചെമ്പൻ കളർ വരത്തില്ലേന്ന്. ഈ ഒരു രീതിയിൽ ഉപയോഗിച്ചാൽ ഒരു ചെമ്പൻ കളറും വരത്തില്ല. നല്ല കറുത്ത നിറം തന്നെ കിട്ടും. ഇനിയിപ്പോൾ ഇതൊരു താളിയായിട്ടും നിങ്ങൾക്ക് ഉപയോഗിക്കാം. അല്ലെങ്കിൽ ഒരു ഹെയർ പാക്കായിട്ട് ഇട്ടിട്ട് ഒരു 20 മിനിറ്റൊക്കെ വെയിറ്റ് ചെയ്തിട്ട് വാഷ് ചെയ്ത് കളഞ്ഞാൽ മതിയാവും. എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. നല്ല റിസൾട്ടായിരിക്കും കേട്ടോ. എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയിട്ടുള്ളൊരു ഹെയർ പാക്കാണ് കേട്ടോ ഇത്. ഏത് ഹെയർ പാക്കാണെങ്കിലും നിങ്ങൾ തയ്യാറാക്കുമ്പോഴത്തേനും അരിച്ചെടുക്കാൻ ശ്രദ്ധിക്കുക. അരിക്കാണ്ട് എടുത്തു കഴിഞ്ഞാൽ ഇതിൽ ചെറിയ തരിയൊക്കെ ഉണ്ടെങ്കിൽ അത് നിങ്ങളുടെ മുടിയിലൊക്കെ പറ്റി പിടിച്ചിരുന്നിട്ട് കഴുകി കളയാനും ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുപോലെ തന്നെ അത് മുടി പൊട്ടിപ്പോകാനൊക്കെ കാരണമാവും. എന്തായാലും ഇത് നന്നായിട്ട് അരിച്ചെടുക്കണം. ഏത് ഹെയർ പാക്കാണെങ്കിലും നിങ്ങൾ ഏത് ഹെയർ പാക്കാണെങ്കിലും ഇപ്പം ഞാൻ കുറേ ഹെയർ പാക്കുകൾ ഷെയർ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഏതെങ്കിലും ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സൂട്ടാവുന്ന ഹെയർ പാക്കുകൾ ഉപയോഗിക്കുക. അത് ഉപയോഗിക്കുകയാണെങ്കിൽ അത് കണ്ടിന്യൂസ് കുറച്ച് നാൾ ഉപയോഗിക്കണം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടത്തുള്ളൂ. ഒരു തവണ ഉപയോഗിച്ചിട്ട് റിസൾട്ട് ഇല്ലേ എന്ന് പറഞ്ഞിട്ട് കരഞ്ഞിട്ടൊരു കാര്യമില്ല. നിങ്ങൾ കണ്ടിന്യൂസ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടത്തുള്ളൂ. അതുപോലെ നമുക്ക് എല്ലാ ഹെയർ പാക്കും സൂട്ടാവണമെന്നില്ല. നമുക്ക് സൂട്ടായിട്ടുള്ളത് നമ്മൾ തിരഞ്ഞെടുക്കുക. ഇനിയിപ്പോൾ ഇത് നന്നായിട്ട് അരച്ചെടുത്തതിന് ശേഷം നമുക്കൊരു കോട്ടൺ തുണി ഉപയോഗിച്ച് ഇത് അരിച്ചെടുക്കാവുന്നതാണ്. അരിച്ചെടുത്തിട്ട് നമ്മുടെ മുടിയിലും തലയോട്ടിയിലും നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഇത് അപ്ലൈ ചെയ്തിട്ട് ഒരു 20 മിനിറ്റ് എങ്കിലും കഴിഞ്ഞിട്ടാണ് വാഷ് ചെയ്ത് കളയുന്നത്. നിങ്ങൾക്കിപ്പോൾ താളിയായിട്ട് അപ്ലൈ ചെയ്തിട്ട് അപ്പം തന്നെ വാഷ് ചെയ്യണമെങ്കിൽ അങ്ങനെ ആവാം.
ഇത് ഹെന്ന ഇടുന്ന പോലെ ഹെയർ ഓയിൽ അപ്ലൈ ചെയ്യാണ്ട് ഇടണമെന്നില്ല. ഹെയർ ഓയിൽ നന്നായിട്ട് അപ്ലൈ ചെയ്തതിന് ശേഷം മാത്രം നിങ്ങളിത് ഇട്ട് കൊടുക്കുക. ഇനിയിപ്പോൾ നമ്മൾ അടുത്തായിട്ട് കാണിക്കുന്നത് ഒരു ഹെയർ ടോണറാണ്. വേറൊന്നും അല്ല കേട്ടോ, നമ്മൾ കഞ്ഞിവെള്ളം വെച്ചിട്ട് മുടി വാഷ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അടുത്തത് അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മുടി കൊഴിച്ചിൽ മാറാനും താരൻ മാറാനും ഒക്കെ വളരെയധികം ഹെൽപ്പ് ചെയ്യും. അതുപോലെ നിങ്ങൾക്ക് കഞ്ഞിവെള്ളം തലേ ദിവസത്തെ കഞ്ഞിവെള്ളം എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഡെയിലി അതിൽ ഹെയർ വാഷ് ചെയ്തെടുക്കാവുന്നതാണ്. നല്ലൊരു റിസൾട്ടായിരിക്കും തരിക. എന്ത് ഹെയർ പാക്ക് ചെയ്യാനും മടിയുള്ളവരാണെങ്കിൽ നിങ്ങൾ കഞ്ഞിവെള്ളത്തെ ഉപയോഗിച്ച് മുടി വാഷ് ചെയ്താൽ മതിയാവും. കഞ്ഞിവെള്ളം ഉപയോഗിച്ച് മുടി വാഷ് ചെയ്തതിന് ശേഷം നന്നായിട്ട് വെള്ളം ഒഴിച്ച് കഴുകി കളഞ്ഞാൽ മതി. ഷാമ്പൂ ഒന്നും ഇടണ്ട. ഷാമ്പൂ നിങ്ങൾ യൂസ് ചെയ്യുകയാണെങ്കിൽ തന്നെ മൈൽഡായിട്ടുള്ള ഏതെങ്കിലും ഷാമ്പൂ സെലക്ട് ചെയ്ത് യൂസ് ചെയ്യുക. ഈ വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് തോന്നിക്കഴിഞ്ഞാൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടി ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതുപോലെയുള്ള ടിപ്പുകൾക്കായിട്ട് പേജിലാണെങ്കിൽ പേജ് ഫോളോ ചെയ്യുക, യൂട്യൂബ് ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണേ.